ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോർപ്പറേഷൻ 1-ാം വാർഡിലെ നന്മ പൂഞ്ചോല അയൽക്കൂട്ടങ്ങളിലെ തട്ടിപ്പിന് സമാനമായ തട്ടിപ്പ് 2-ാം വാർഡിലെ സമത്വം അയൽക്കൂട്ടത്തിലും നടന്നുവെന്ന് UDF കൌൺസിൽ പാർട്ടി നേതാക്കൾ. നോവലിസ്റ്റ് P. വത്സലയുടെ 1-ാം ചരമവാർഷികാചരണവും ഛായാചിത്ര അനാച്ഛാദനവും കോഴിക്കോട്ട്. സർവകലാശാലകളെ സംഘശാലകളാക്കുന്ന ഗവർണറുടെ നീക്കങ്ങളെ ചെറുക്കണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. സിഎസ്കോ അഭയം പദ്ധതിയുടെ ഭാഗമായുള്ള 3-ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. കോഴിക്കോട് കെന്നൽ ക്ലബിന്റെ അഖിലേന്ത്യാ ശ്വാന പ്രദർശനം ഡിസംബർ 1-ന് NIT ഗ്രൗണ്ടിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ 3 CDS ഭരണം CPM നിയന്ത്രണത്തിലാണെന്നും ഭരണം നിലനിർത്തുകയും ഫണ്ട് തിരിമറി ചെയ്യുകയുമാണ് ഏക പരിപാടിയെന്നും കോർപ്പറേഷൻ UDF കൌൺസിൽ പാർട്ടി. 1-ാം വാർഡിലെ നന്മ പൂഞ്ചോല അയൽക്കൂട്ടങ്ങളിലെ തട്ടിപ്പിന് സമാനമായ തട്ടിപ്പ് 2-ാം വാർഡിലെ സമത്വം അയൽക്കൂട്ടത്തിലും നടന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു. കുടുംബശ്രീ CDS എക്സിക്യൂട്ടീവ് അംഗവും CPM ലോക്കൽ കമ്മിറ്റി അംഗവും കൂടിയായ വനിതാ നേതാവിന്റെ നേതൃത്വത്തിൽ നടന്നതായതിനാൽ ആണ് ഈ വിഷയം പൂഴ്ത്തിവെച്ചത്. ഭരണതലത്തിൽ അഴിമതി പുറത്തു വരുന്നതിലുള്ള ഭയവും ഒരേ സ്വഭാവത്തിലുള്ള തട്ടിപ്പ് കൈകാര്യം ചെയ്യുന്നതിലുള്ള ഇരട്ട നീതിയുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കുടുംബശ്രീ അണികൾക്കിടയിൽ അമർഷം പുറത്തു വന്ന് 2 മാസം മുൻപ് പരാതിയുമായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കോർപ്പറേഷൻ പ്രൊജക്ട് ഓഫീസർ എന്നിവരെ എലത്തൂർ ഏരിയയിലെ അയൽക്കൂട്ടങ്ങൾ സമീപിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ല, മറുപടി പോലും നൽകിയില്ല. ഈ വിവാദം ശക്തമാവുന്നതിനിടയിലാണ് ചക്കോളത്തോളം വാർഡിലെ കാരുണ്യം അയൽക്കൂട്ട സമിതി സാരഥിയുടെ വൻ തട്ടിപ്പ്. പിന്നോക്ക കോർപ്പറേഷൻ വായ്പയ്ക്ക് പുറമെ നിരവധി പേരിൽ നിന്ന് ചോക്ലേറ്റ് നിർമ്മാണ സംരംഭത്തിന്റെ മറവിൽ ലക്ഷങ്ങൾ വാങ്ങിയുള്ള തട്ടിപ്പാണ് അരങ്ങേറിയിട്ടുള്ളത്. തട്ടിപ്പിന് ഇരയായവർ പരാതിയുമായി കുടുംബശ്രീയിൽ എത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഒത്താശയുമുണ്ട്. കുടുംബശ്രീയുടെ മറവിൽ വീണ്ടും ആൾമാറാട്ട തട്ടിപ്പ് നടത്തിയെന്ന് കോർപ്പറേഷൻ UDF കൌൺസിൽ പാർട്ടി നേതാക്കൾ. 2-ാം വാർഡിലെ സമത്വം അയൽക്കൂട്ടത്തിലാണ് 2ാമതായി തട്ടിപ്പ് നടത്തിയത്. പിന്നോക്ക വികസന കോർപ്പറേഷൻ വഴി വായ്പ എടുത്തതിനാണ് ആൾമാറാട്ടം നടത്തിയതെന്നും നേതാക്കൾ ആരോപിച്ചു. ഹിന്ദുവിനെ SC ക്രിസ്ത്യാനിയായാണ് ആൾമാറാട്ടം നടന്നത്. സമത്വം അയൽക്കൂട്ടത്തിൽ CDS എക്സിക്യൂട്ടീവ് അംഗവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ വനിതാ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഭരണതലത്തിൽ തന്നെ അഴിമതി നടന്നത്. ഇത് പൂഴ്ത്തിവെക്കുകയാണെന്നും തട്ടിപ്പിനെ കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും പാർട്ടി ലീഡർ KC ശോഭിത, ഡെപ്യൂട്ടി ലീഡർ K. മൊയ്തീൻ കോയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നോവലിസ്റ്റ് P. വത്സലയുടെ 1-ാം ചരമവാർഷികവും ഛായാചിത്ര അനാച്ഛാദനവും നടത്തി. കോഴിക്കോട് ദർശനം സാംസ്കാരിക വേദി വനിതാ സാഹിതിയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് P. വത്സലയെ ചെലവൂർ കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി പ്രവർത്തകർക്ക് മറക്കാനാവില്ല. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷയായിരിക്കെ ദർശനം ഗ്രന്ഥശാല കെട്ടിട നിർമ്മാണത്തിന് അന്നത്തെ MP അച്യുതൻ വഴി സഹായം എത്തിച്ചത് P. വത്സലയായിരുന്നു. പിന്നിട്ട വർഷങ്ങളിൽ ഒട്ടേറെ ചടങ്ങുകളിൽ P. വത്സലയുടെ സാന്നിധ്യം ദർശനത്തിന് പ്രചോദനമായി. വത്സലയുടെ 1-ാം ചരമവാർഷികാചരണത്തിൽ ദർശനം ഹാളിൽ അവരുടെ ഫോട്ടോ ദർശനം രക്ഷാധികാരി സൽമി സത്യാർത്ഥി അനാവരണം ചെയ്തു. ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ എനിക്ക് പറയേണ്ടതെന്നറിയില്ല. 2018 MS സത്യാർത്ഥിയുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തത് ടീച്ചറാണ്. ഇപ്പോ
വർഷങ്ങൾ കഴിഞ്ഞു, കുറച്ച് വർഷം കൂടി കഴിഞ്ഞപ്പോൾ 6 വർഷങ്ങൾക്ക് ശേഷം ടീച്ചറുടെ ചിത്രം ഛായാചിത്രം അനാച്ഛാദനം ചെയ്യുന്നത് ഞാനാണെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ ഒന്നും പറയാനില്ല. സ്നേഹം. അനുസ്മരണ പ്രഭാഷണം എഴുത്തുകാരി ജാനമ്മ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. എന്നെ സങ്കടപ്പെടുത്തുന്നതല്ല, മരിക്കുന്നതിന്റെ 10 സെക്കൻഡ് മുന്നേ, ഒരു 10 സെക്കൻഡ് മുന്നേ ഞാൻ വത്സല ടീച്ചർ സംസാരിച്ചു. മരിക്കുന്ന ദിവസം വിളിച്ചൊരു 10 സെക്കൻഡ് മുമ്പ് ടീച്ചർ ഞാൻ സംസാരിച്ചു. എന്നാൽ ഞാൻ കിടക്കട്ടെ, ഞാനും എന്നെ വെച്ചു. അപ്പം എന്നാൽ മാഷക്ക് കൊടുക്കാന്ന് പറഞ്ഞു. മാഷ് ഞാനൊരു 10-15 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടാവും. ഞാൻ ഫോൺ താഴെ വെച്ച് തിരിച്ചെൻ്റെ മുറിയിലേക്ക് കയറും മുമ്പ് മാഷയുടെ ഫോൺ അവിടെ പോയി. വത്സലയുടെ സ്ത്രീകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ജാൻസി ജോസ് പ്രഭാഷണം നടത്തി. ദർശനം സെക്രട്ടറി MA ജോൺസൺ, TK സുനിൽകുമാർ, PK ശാലിനി, CP ആയിഷബി, ബിന്ദു ചെറുകുളത്തൂർ, വിനു നീലേരി, ആസിയ കൃഷ്ണകുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർവകലാശാലകളെ സംഘിശാലകളാക്കുന്ന ഗവർണറുടെ നീക്കങ്ങളെ ചെറുക്കണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കെടുകാര്യസ്ഥതയ്ക്ക് ഇടതുപക്ഷമാണ് ഉത്തരവാദിയെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഈ വിഷയത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അവർ പറഞ്ഞു. ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം കേരളത്തിലെ വിദ്യാർത്ഥികളെയാണ് വലിയ പ്രതിസന്ധി ആക്കിയിട്ടുള്ളത്. ഗവർണർ കേരളത്തിലെ സർവകലാശാലയിൽ ഇടപെടുമ്പോൾ അദ്ദേഹത്തിന് ഇടപെടാനുള്ള സാഹചര്യം ആര് ഒരുക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗവർണർക്ക് എന്തുകൊണ്ട് കേരളത്തിലെ സർവകലാശാലയിൽ ഇടപെടാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർവകലാശാല നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. തങ്ങളുടെ ഇഷ്ടക്കാരെ കുത്തി നിറച്ച് നേതാക്കന്മാരെ ഭാര്യമാർക്ക് ജോലി കൊടുത്ത് തങ്ങളുടെ വിദ്യാർത്ഥി നേതാക്കൾക്ക് മാർക്ക് ദാനം നൽകിയും തോറ്റവർക്ക് PG അഡ്മിഷൻ നൽകിയൊക്കെയും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന തന്നിഷ്ടങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് ഗവർണർക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഗുരുതരമായ സാഹചര്യമാണ് നേരിടുന്നതെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി നേതാക്കൾ. ഉന്നത വിദ്യാഭ്യാസ രംഗം ഗുണനിലവാരത്തിൽ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്ന ഇടത് സർക്കാർ പ്രഖ്യാപനം വെറും അവകാശവാദമായി ഒതുങ്ങിയെന്നും കെടുകാര്യസ്ഥതയുടെ കേന്ദ്രമായി കേരളത്തിലെ സർവകലാശാലകൾ മാറിയെന്നും അവർ ആരോപിച്ചു. സംഘപരിവാർ കാവ്യവൽക്കരണത്തെ തുറന്നെതിർക്കുക, കെടുകാര്യസ്ഥതയുടെ കേന്ദ്രമായി മാറാൻ സർവകലാശാലകളെ അനുവദിക്കില്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക എന്ന തലക്കെട്ടിൽ വിവിധ സർവകലാശാലകളിലേക്ക് പ്രതിഷേധ സമരങ്ങളും ഉപരോധങ്ങളും ഗവർണറുടെ വസതിയായ രാജ്ഭവനിലേക്ക് പ്രക്ഷോഭ മാർച്ചും സംഘടിപ്പിക്കുമെന്നും നേതാക്കളായ KM ഷഫ്രീൻ, ലത്തീഫ് PH, മുനീബ് എലങ്കമൽ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് CSCO അഭയം പദ്ധതിയുടെ ഭാഗമായി 3ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. സംരംഭകൻ M മുജീബ് റഹ്മാൻ തറക്കല്ലിടൽ നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ 40ാം ഡിവിഷൻ നല്ലളം വെസ്റ്റ് മസ്ജിദിന് സമീപമാണ് CSCO അഭയം പദ്ധതിയുടെ ഭാഗമായി 3ാമത് വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നത്. എമിൻ ഗോൾഡ് ചെയർമാൻ M മുജീബ് റഹ്മാൻ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. കൂട്ടായ്മയാണ് ഇതിനെല്ലാത്തിനും ശക്തി. ഈ നല്ലൊരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയോടുകൂടി നമ്മുടെ നാടിന് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാവും. CSCO പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, കൗൺസിലർ റമീന അൻവർ, അഭയം ചെയർമാൻ ബാബു കെൻസ, കൺവീനർ PM മെഹബൂബ്, V മുഹമ്മദ് കോയ എന്നിവർ സംബന്ധിച്ചു. 6 മാസത്തിനുള്ളിൽ 15 വീടുകളുടെ തറയിടൽ നടത്താനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അഴിഞ്ഞിലം അയ്യപ്പ സേവാ സമിതിയുടെ സമൂഹ അന്നദാനം തളി മഹാവിഷ്ണു ക്ഷേത്ര നടയ്ക്കു സമീപമുള്ള പന്തലിൽ തുടരുന്നു. 12 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച മണ്ഡലമാസത്തിലെ അന്നദാനം ദിവസേന ആയിരക്കണക്കിന് ആളുകൾക്കാണ് ആശ്വാസമാകുന്നത്. രാമനാട്ടുകര അഴിഞ്ഞിലം ശ്രീ ധർമ്മശാസ്ത്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അന്നദാന വിഭാഗമായ അയ്യപ്പ സേവാ സമിതിയുടെ കീഴിൽ സമൂഹ അന്നദാനം നൽകി. അഴിഞ്ഞിലം തളി മഹാവിഷ്ണു ക്ഷേത്രം വടക്കേ നടയുടെ സമീപം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വെച്ചായിരുന്നു പരിപാടി. നവംബർ 16 മുതൽ ഡിസംബർ 26 വരെയാണ് അന്നദാനം നൽകുന്നത്. ദിവസേന 5000-ഓളം ആളുകൾ അന്നദാനം കഴിക്കാൻ എത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 12 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഹർത്താൽ ദിനത്തിലാണ് ചെറിയ രീതിയിൽ അന്നദാനം നൽകി തുടങ്ങിയത്. തുടർന്ന് എല്ലാ വർഷവും മണ്ഡലമാസ സമയത്ത് വിപുലമായ രീതിയിൽ അന്നദാനം നൽകി വരുന്നു. ഇന്നത് വളർന്ന് പന്തലിച്ച് ഏതാണ്ട് ഒരു ദിവസം 5000-ത്തിലധികം ആളുകൾ തീർത്ഥാടകരാണ് ഭൂരിപക്ഷം. അവര് രാവിലെയും ഉച്ചയ്ക്കുമാണ് അത് റെഗുലറായിട്ട് നടക്കും. കലവറയിലേക്ക് ദിവസം 41 ദിവസവും കലവറയിലേക്ക് സമർപ്പണമുണ്ട്. പൂജാദ്രവ്യങ്ങളായിട്ടും പിന്നെ അതേപോലെ തന്നെ സാധന സാമഗ്രികൾ പിന്നെ ഈ തരുന്ന ദക്ഷിണ പോലെയുള്ളത് ആണ് ഏറ്റവും വലിയ. ഇതിന്റെ സാമ്പത്തികം മുഴുവൻ പുറത്തുനിന്ന് വരുന്ന സ്വാമിമാരാണ് ഏറ്റവും കൂടുതലായിട്ട് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള സംവിധാനത്തിലേക്ക് ഒരു 3 നില കെട്ടിടത്തിന്റെ എല്ലാം ആയിട്ടുണ്ട്. ഈ വർഷം മണ്ഡല അവസാനത്തോടുകൂടി അതിന്റെ പ്രവർത്തനം ആരംഭിക്കും. രാവിലെയും ഉച്ചയ്ക്കുമാണ് പ്രധാനമായും അന്നദാനം നൽകുന്നത്. അയ്യപ്പ ദർശനത്തിന് ശബരിമലയിലേക്ക് ദീർഘദൂരത്ത് നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരും ഇവിടെ എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രായലിംഗ ജാതി ഭേദമന്യേ എല്ലാവർക്കും പൂജാ പഠനത്തിന് അവസരമൊരുക്കി കണ്ണാടിക്കൽ ശ്രീ ഭഗവത് പൂജാ പഠന കേന്ദ്രം. അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചതായും കൂടുതൽ വിവരങ്ങൾക്ക് 9388899879 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും സാരഥികൾ പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മുടെ കുടുംബപരമായിട്ടുള്ള പൂജകളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ പൂജ പഠിച്ച് കുറെ ആൾക്കാർ പഠിച്ചു ക്ഷേത്ര ശാന്തിമാരാക്കി. അവരുടെ ക്ഷേത്രത്തിലെ മുഴുവൻ ആൾക്കാരെയും ശാന്തിമാരാക്കി ശാന്തി പൂജ നടത്തി. അവര് കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്. ശ്രീ ഭഗവത് പൂജാ പഠന കേന്ദ്രത്തിൽ പൂജാവിധികൾ, ജ്യോതിഷശാസ്ത്രം, വാസ്തുശാസ്ത്രം, സംസ്കൃതം എന്നീ വിഷയങ്ങൾ കൃത്യമായ സിലബസ് പ്രകാരം പഠിപ്പിക്കും. 1 വർഷത്തെ പൂജാ കോഴ്സിൽ ആചമനം, സന്ധ്യാവന്ദനം, ഹവനം, പഞ്ചോപചാരം, ഗണപതി ഹോമം, ഭഗവതി സേവ, വിവാഹ പൂജ, ശ്രാദ്ധബലി എന്നിവയുടെ പ്രാക്ടിക്കൽ ക്ലാസുകളും ഭൂതശുദ്ധി, പ്രാണായാമം എന്നിവയിൽ പരിശീലനവും നൽകും. ശാന്തിമാർക്കായി ക്ഷേത്രങ്ങളിൽ തന്നെ പ്രാക്ടിക്കൽ ക്ലാസുകളും നൽകും. ക്ഷേത്രശാന്തി സർട്ടിഫിക്കറ്റ് കോഴ്സിന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്നും മനോഹരൻ തന്ത്രി, വെങ്കിട്ടരാമൻ KK, ദിനേശൻ KC, പ്രദീപ് കുമാർ K എന്നിവർ അറിയിച്ചു. സ്ത്രീകൾ ഒരുപാട് ഇപ്പോഴും പഠിക്കണ്ടേ പൂജ അവരുടെ ക്ഷേത്രങ്ങളിലൊക്കെ അവർ പൂജ ചെയ്യുന്നുണ്ട്. അവരെ സ്വന്തം ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നുണ്ട്. പിന്നെ ഗണപതിയാമ ഓരോ വീട്ടിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഗണപതിയാമ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ അവര് ഒന്ന് ചെയ്യും. അവർക്ക് സ്വന്തമായി ഗണപതിയാമോ ഭഗവത് സേവി, ലളിതാ സഹസ്രനാമോ, വിഷ്ണു സഹസ്രം ഒക്കെ ഉൾക്കറിയാം. അവര് കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വനിതകൾക്ക് മ്യൂറൽ പെയിന്റിംഗിൽ പരിശീലനമൊരുക്കി. തെരഞ്ഞെടുക്കപ്പെട്ട 50 പേർക്കാണ് 25 ദിവസങ്ങളിലായി ട്രെയിനിംഗ് നൽകുന്നത്. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഇംപ്ലിമെന്റിംഗ് പാർട്ണറായ EDSന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത 50 വനിതകൾക്ക് മ്യൂറൽ പെയിന്റിംഗിലുള്ള 25 ദിവസത്തെ പരിശീലനം കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ 28 ദിവസം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഊന്നി നിൽക്കാൻ വേണ്ടി സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് എന്തും പഠിത്തത്തിൽ അങ്ങനെയുള്ള പ്രത്യേകത ഉണ്ടല്ലോ, ആ സമയത്ത് അത് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഒരു പാസ്സായി വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ജോലിയോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ ലഭിച്ചു എന്ന് വരില്ല. കാരണം ഇത് ചെയ്യാൻ കൊടുക്കുന്നതിനും ബോധ്യപ്പെടണം, അല്ലാണ്ട് ഒരാളും തരില്ല, സ്വാഭാവിക. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സഹായവും കൂടെ ഇതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാവില്ല. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക നിലയിലുള്ള നല്ല ചിത്രങ്ങൾ വരച്ചുകൊണ്ട്
ആളുകളുടെ മനസ്സിലും സ്ഥാനം പിടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ. കാരണം ഇതൊക്കെ അവിടെയാണ് കേട്ടോ ശരിക്കും. ലീഡ് ഡിസ്ട്രിക്ട് ബാങ്ക് മാനേജർ ശ്രീ ജ്യോതിസ് മുഖ്യാതിഥിയായി സംസാരിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ മോഹനൻ കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാനകി അധ്യക്ഷത വഹിച്ചു. നൂർജഹാൻ സ്വാഗതവും ജ്യോതി കെ നന്ദിയും പറഞ്ഞു. മ്യൂറൽ ആർട്ടിസ്റ്റുകളുടെ വർക്കുകൾ സാംസ്കാരിക ടൂറിസം രംഗത്ത് സംരംഭക സാധ്യത ഏറെയാണെന്നും സംരംഭം തുടങ്ങാനുള്ള എല്ലാ സഹായവും മൈക്രോ സ്കിൽപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ സൗജന്യ പരിശീലനവും തുടർ സേവനങ്ങളും EDII, ആക്സൻചർ, EDS എന്നിവർ സംയുക്തമായി നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കെന്നൽ ക്ലബിന്റെ 13ാമത്തെയും 14ാമത്തെയും അഖിലേന്ത്യാ ശ്വാന പ്രദർശനങ്ങൾ ഡിസംബർ 1-ന് NIT ഗ്രൗണ്ടിൽ നടക്കും. 40-ൽ പരം ഇനങ്ങളിൽപ്പെട്ട ശ്വാനന്മാർ മത്സരങ്ങളിൽ പങ്കെടുക്കും. വിദേശത്തു നിന്നുമുള്ളവർ വിധികർത്താക്കളായി എത്തും. ഷോയ്ക്ക് പുറമെ കഴിഞ്ഞ കാലങ്ങളിൽ സ്പെഷ്യൽ ഷോസ് നടത്തിയിരുന്നു. നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡിന്റെയും റോഡ് വീലറിന്റെ ഒക്കെ സ്പെഷ്യൽ ഷോസ് കോഴിക്കോട് വെച്ച് നടത്തിയിരുന്നു. അത് കൂടാതെയാണ് ഈ യൂഷ്വലായിട്ടുള്ള സാധാരണഗതിയിലുള്ള ഈ ഒരു ആനുവൽ ഷോസ് നടത്തുന്നത്. അത് ഈ 13ാമത്തെ ഷോ ആണ് വരുന്ന ഡിസംബർ 1-നുള്ളത്. മിക്കവാർ എല്ലാ ഇനങ്ങളിൽപ്പെട്ട 35 ഇനത്തിൽപ്പെട്ട എല്ലാ നാട്ടിലും വരുന്നുണ്ട്. ഞങ്ങൾ 2 ഷോ 3 റിംഗിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നടത്തുന്നത്. കാരണം എൻട്രി കൂടുതലുള്ളതുകൊണ്ട് സമയത്ത് തുറക്കാൻ വേണ്ടിയിട്ടാണ് 3 ജഡ്ജസ് ക്ഷണിച്ചിരിക്കുന്നത്. അവിടെ ഷോ കാണുന്നതിന് 100 രൂപ ടിക്കറ്റാണ്. ഡോക്സിൽ പങ്കെടുക്കാൻ 2300 രൂപ എൻട്രി ഫീ. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 300-ലധികം ശ്വാനന്മാർ അഖിലേന്ത്യാ ശ്വാന പ്രദർശന മത്സരത്തിൽ പങ്കെടുക്കും. 40-ലധികം ഇനങ്ങളിലാണ് മത്സരങ്ങൾ. ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ ഓലിക്കൽ ഉദ്ഘാടനം ചെയ്യും. ചാത്തമംഗലം NIT ഗ്രൗണ്ടിലാണ് അഖിലേന്ത്യാ ശ്വാന പ്രദർശനങ്ങൾ ഡിസംബർ 1-ന് സംഘടിപ്പിക്കുന്നതെന്നും രക്ഷാധികാരി അംഗത്തിൽ അജയ് കുമാർ പറഞ്ഞു. ഇതിന്റെ വീടുകളെ ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളതും അതോടൊപ്പം ജനങ്ങൾക്കത് ഈ ഷോ കാണാനുള്ള അവസരം ഉണ്ടാക്കുന്നുള്ളതും. കഴിഞ്ഞ പ്രദർശനങ്ങളിലൊക്കെ വിവിധതരം വീടുകൾ പങ്കെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കെ പത്മനാഭൻ ഏറാടി അനുസ്മരണ സമ്മേളനം മടവൂരിൽ നടന്നു. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സംബന്ധിച്ചു. മടവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കെ പത്മനാഭൻ ഏറാടി മാസ്റ്റർ അനുസ്മരണ സമ്മേളനം മടവൂരിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ കോൺഗ്രസ് പ്രസിഡന്റ് എത്തേണ്ടത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ്. നേരത്തെ ഗിരീഷ് പറഞ്ഞ പോലെ നിരവധിയായ യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. PK ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് KC അബു മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുവാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ കഴിവ്. അങ്ങനെ അദ്ദേഹം ഒരു നല്ല ജനപ്രതിനിധി എന്ന നിലയിൽ ഏറെക്കാലം ഇവിടെ പ്രവർത്തിച്ചു. CT ഭരതൻ, ഇടക്കുനി അബ്ദുറഹിമാൻ, PK സുലൈമാൻ, ബഷീർ, മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ്, വൈശാഖ്, അബ്ദുറഹിമാൻ, VK സുബൈർ, ബിന്ദു, റസീൽ, കബീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. കുന്നരംവെള്ളി SYS സ്വാന്തന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഹോം കെയർ പദ്ധതിക്ക് തുടക്കമായി. വാർഡ് അംഗം KP മനോഹരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരുന്ന കുന്നരംവെള്ളി SYS സാന്ത്വന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഹോം കെയർ പദ്ധതിക്ക് തുടക്കമായി. വാർഡ് മെമ്പർ KP മനോഹരൻ ഉദ്ഘാടനം ചെയ്തു.
PK കാദർകുട്ടി നടുവണ്ണൂർ, രേഷ്മ TS, C ഷീബ എന്നിവരുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികളെ പരിചരണത്തിന് തുടക്കം കുറിച്ചു. സോൺ സാന്ത്വനം സെക്രട്ടറി യഹിയ അൻവർ, സാന്ത്വനം ഭാരവാഹികളായ അബ്ദുൾ ജബ്ബാർ ഹാജി PP, യൂസുഫ് ലത്തീഫി, ഇസ്മായിൽ KK, മുജീബ് VK, നിസാർ PT, മുസ്ലിയാർ VP, ഷാബാസ് PP എന്നിവർ സംബന്ധിച്ചു. ഈ പ്രദേശത്തെ കിടപ്പ് രോഗികളായവർക്ക് വേണ്ടി വീടുകളിലെത്തി അവരെ പരിചരിക്കുവാനും അവർക്ക് വേണ്ട മെഡിക്കൽ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനും വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഞങ്ങൾ ആംബുലൻസുമായി വീടുകളിലെല്ലാം കേന്ദ്രീകരിച്ച് 18ഓളം വീടുകളിൽ ഈ കിടപ്പ് രോഗികളെ ഞങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട മെഡിക്കൽ സംവിധാനങ്ങൾ നൽകുകയും ചെയ്തിരിക്കുകയാണ്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ ജനങ്ങളുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കുന്നരവള്ളി SYS സാന്ത്വന കേന്ദ്രത്തിൽ ലഭിക്കുന്നതാണ്. ജാതിമത ഭേദമന്യേ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ ഈ സാന്ത്വന കേന്ദ്രം ജനമനസ്സിൽ ഇടം നേടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വായ്പകൾ പരിചയപ്പെടുത്തുന്നതിനും നിക്ഷേപകരെ ആകർഷിക്കുന്നതിനുമായി അർബൻ ബാങ്ക് ബേപ്പൂർ ബ്രാഞ്ച് വായ്പാ മേള സംഘടിപ്പിച്ചു. ലോൺ മേള കോർപ്പറേഷൻ പൊതുമരാമത്ത് ചെയർമാൻ PC രാജൻ ഉദ്ഘാടനം ചെയ്തു. അർബൻ ബാങ്ക് ബേപ്പൂർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ അരക്കിണറിൽ വെച്ച് മെഗാ വായ്പാ മേള സംഘടിപ്പിച്ചു. ബാങ്കിന്റെ വിവിധ വായ്പകളെ പറ്റി പരിചയപ്പെടുത്തുന്നതിനും നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിനും സഹകരണ മേഖലയുടെ പ്രാധാന്യം സമൂഹത്തിൽ വിശദീകരിക്കുന്നതിനും വേണ്ടിയാണ് ലോൺ മേള സംഘടിപ്പിച്ചത്. ലോൺ മേള കോഴിക്കോട് കോർപ്പറേഷൻ പൊതുമരാമത്ത് ചെയർമാൻ PC രാജൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിനൊക്കെ CSR ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ ലാഭങ്ങൾ അവർ നേടിയെടുക്കുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സഹായം ഒരു പൊതു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സമീപിച്ചാൽ പൂർണ്ണമായും നമുക്ക് കിട്ടാറില്ല. നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കോർപ്പറേഷനായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സംഘടനകളായാലും അവർക്ക് ഈ സമൂഹത്തിൽ നടത്തുന്ന സേവന മേഖലക്കകത്തോ അല്ലെങ്കിൽ സന്നദ്ധ മേഖലക്കകത്തോ ഒക്കെയുള്ള പൊതുപരിപാടികൾക്ക് ഇതുപോലുള്ള ബാങ്കിംഗ് മേഖലയെ സമീപിക്കുമ്പോൾ ഉദാരമായ രൂപത്തിൽ അതിനോട് സഹകരിക്കുന്ന സമീപനമാണ് കേരളത്തിലെ സഹകരണ മേഖലയ്ക്കുള്ളത്. ബാങ്ക് ഡയറക്ടറും കോർപ്പറേഷൻ കൗൺസിലറുമായ M ബിജുലാൽ അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർ TK ഷമീന, മുൻ കൗൺസിലർ PP ബീരാൻ കോയ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് മണി, കോഴിക്കോട് കോർപ്പറേഷൻ സൗത്ത് CDS ചെയർപേഴ്സൺ ശ്രീജ ഹരീഷ്, ബാങ്ക് ഡയറക്ടർ രമാദേവി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ K പ്രസന്നകുമാരി സ്വാഗതവും ബ്രാഞ്ച് മാനേജർ K നിഷാത്ത് നന്ദിയും പറഞ്ഞു. വായ്പാ മേളയിൽ 3 കോടി രൂപ വായ്പയുടെ രജിസ്ട്രേഷനും സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോർപ്പറേഷൻ 1-ാം വാർഡിലെ നന്മ, പൂഞ്ചോല അയൽക്കൂട്ടങ്ങളിലെ തട്ടിപ്പിന് സമാനമായ തട്ടിപ്പ് 2-ാം വാർഡിലെ സമത്വം അയൽക്കൂട്ടത്തിലും നടന്നുവെന്ന് UDF കൗൺസിൽ പാർട്ടി നേതാക്കൾ. നോവലിസ്റ്റ് P വത്സലയുടെ 1-ാം ചരമവാർഷികാചരണവും ഛായാചിത്ര അനാച്ഛാദനവും കോഴിക്കോട്ട്. സർവകലാശാലകളെ സംഘശാലകളാക്കുന്ന ഗവർണറുടെ നീക്കങ്ങളെ ചെറുക്കണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. CSCO അഭയം പദ്ധതിയുടെ ഭാഗമായുള്ള 3ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. കോഴിക്കോട് കെന്നൽ ക്ലബിന്റെ അഖിലേന്ത്യാ ശ്വാന പ്രദർശനം ഡിസംബർ 1-ന് NIT ഗ്രൗണ്ടിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.